സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇന്നതാ ന്യൂ ഇയർ. ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്ക് പോകണ്. ഇന്ന് 8 മണിക്ക് കുർബാന. അപ്പൊ ഇന്ന് ഒരുവിധം നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഒരുവിധം മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ജനുവരിയിലേക്ക് കടന്നല്ലോ, അപ്പൊ അതിൻ്റെതായ കുറച്ച് മഞ്ഞ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. വന്നിട്ട് നമുക്ക് ജനുവരി 1 വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണാം. അപ്പൊ ഇന്നത്തെ മഞ്ഞിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇതാട്ടോ. ഈ രീതിയിൽ തുടങ്ങിയിട്ടുള്ളൂ മഞ്ഞ്. കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് പറയാം. കുറച്ച് മഞ്ഞൊക്കെ ഉള്ളൂ ഇന്ന് രാവിലത്തെ ടൈമിൽ. ഇനി ഇവിടെ ഞങ്ങൾ ഇതേ രീതിയിൽ കൂടി പിന്നെ തൊട്ടടുത്തുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിയിൽ മഞ്ഞാവും. നമ്മൾ ഐവിനെ കൊണ്ടുവരാൻ പോയി വന്ന സമയത്ത് രാത്രിയിൽ കാണിച്ചില്ലേ, അതേപോലത്തെ മഞ്ഞായിരിക്കും ചില ദിവസങ്ങളിലൊക്കെ. എന്നും ഉണ്ടാവുന്നില്ല, മിക്കവാറും ദിവസങ്ങളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ പള്ളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുർബാന കഴിഞ്ഞിട്ട് വരാം. അപ്പം അങ്ങനെ ഞങ്ങളുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും എന്താ കുറച്ച് മഞ്ഞൊക്കെ കുറഞ്ഞു. ഇനി സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ഉണങ്ങി കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സൂര്യൻ ഉദിക്കുന്നു തോന്നുന്നു ഇന്നത്തെ പ്രകാശമൊക്കെ കണ്ടിട്ട്. എല്ലാ ദിവസമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല സൂര്യനെ. ജനുവരിയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലക്കറിയും. അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞു ആവി വറക്കുന്ന പുട്ട്. അപ്പോൾ പുട്ടിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കടലക്കറി കടലൊക്കെ രാത്രി ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുക്ക് ചെയ്തിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ വേഗത്തിൽ കറിയാക്കാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ലേറ്റാവും. പിന്നെ ഇന്ന് ഉച്ചക്കാലത്തേക്ക് ചിക്കൻ ബിരിയാണി നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അന്ന് ആൽവിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വീണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് ആ രീതിയിൽ. അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വാഷ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചിക്കന് റെഡിയാക്കണം. അപ്പോൾ ചിക്കൻ ബിരിയാണിയും പിന്നെ സലാസും ഒക്കെ ആയിട്ട് ഇന്നത്തെ നീക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം നാളെ തൊട്ട് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ്. പിന്നെ തണുപ്പൊക്കെ ഇനി കൂടുതലായി ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ക്ലാസ് വരെ, ചിലപ്പോൾ 2ാം ക്ലാസ് വരെ, ചിലപ്പോൾ 8ാം ക്ലാസ് വരെ, ചിലപ്പോൾ 6ാം ക്ലാസ് വരെ അങ്ങനെയൊക്കെ അവധി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ 12th വരെ. ഭയങ്കര ഓവർ തണുപ്പൊക്കെ ഇനി 12th വരെ. അങ്ങനെയൊക്കെ DM അവധി പ്രഖ്യാപിക്കുന്ന പോലെ നമുക്ക് ഹോളിഡേ കിട്ടും. നമുക്കെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക്, ടീച്ചേഴ്സിനല്ല കേട്ടോ. എന്തായാലും നാളെയാണ് ഞങ്ങളുടെ റീഓപ്പണിങ്. അപ്പോൾ അതിൻ്റെ ഇനി ഓരോരോ വർക്കുകളിലേക്ക് അതിലേക്ക് കിടക്കണം. സാരികളൊക്കെ ഞാൻ യൂണിഫോം സാരീസ് എല്ലാം വാഷ് ചെയ്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം പ്രസ് ചെയ്തൊക്കെ വയ്ക്കണം. അങ്ങനെ പിന്നെ വീട് ക്ലീനിങ് ഒക്കെ ഇത്തിരി ബാക്കിയുണ്ട്. കുറച്ചൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തായിരുന്നു. ഹോളിഡേ ഒക്കെ കിട്ടിയപ്പോൾ ഇനി കുറച്ചും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെ കുറച്ച് ജോലികൾ കിടക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല അടിപൊളി ഐശ്വര്യമുള്ള ഒരു ന്യൂ ഇയർ ആകട്ടെ നമ്മുടെ 2024 വീണ്ടും നിങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വൺസ് മോർ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത് ഈ അരി വെച്ചിട്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനെന്താ ബിരിയാണിക്ക് വേണ്ട അരി അളന്നിടണം. അപ്പോൾ 2.25 ഗ്ലാസ് അരി കേട്ടോ ഞാൻ എടുത്തേക്കണം. 2.25 ഗ്ലാസ് തികച്ചില്ല എങ്കിലോ പാക്കറ്റ് അങ്ങോട്ട് ഇനിയിപ്പോൾ അതിനകത്ത് വയ്ക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇടുന്നു. ഇത് നല്ലപോലെ നമുക്കൊന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റെങ്കിലും വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇടണം. അപ്പോൾ ഞാനിതൊന്ന് ആദ്യം വെള്ളം ഒഴിച്ചൊക്കെ ഇടട്ടെ, വാഷ് ചെയ്ത്. അപ്പോൾ ആ അരിയൊക്കെ വാഷ് ചെയ്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കാണ് കുതിരാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണിക്കുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ.
ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കറിവേപ്പില കിട്ടാത്തൊരു ടൈമാണ് കേട്ടോ. കറിവേപ്പില കിട്ടുമായിരുന്നെങ്കിൽ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടായിരുന്നേ. പിന്നെ പുതിനയില മാർക്കറ്റിലില്ല. ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ മാർക്കറ്റിൽ നോക്കിയായിരുന്നു. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല പുതിനയില. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല അടിപൊളി സൂപ്പർ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ട്, കറിവേപ്പിലയുടെയും പുതിനയിലയുടെയും. എന്നാലും ബാക്കി ഐറ്റംസ് ഇതെല്ലാം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അരിയൊക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ നമുക്ക് റൈസിന് വേണ്ട വെള്ളം ഞാൻ ഇവിടെ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 2.25 ഗ്ലാസ് അരിയാണ് എടുത്തായിരുന്നു. 2.25 ഗ്ലാസ് തികച്ചില്ലായിരുന്നു, എന്നാലും 2.25 എന്ന് പറയാം, അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് 4 ഗ്ലാസ്. ഞാൻ സാധാരണ ഇരട്ടി എടുക്കുമ്പോൾ 2.25 ആണെങ്കിൽ 4.5 അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ തന്നെ. പക്ഷേ അത്ര ഇരട്ടി ഞാൻ എടുക്കുന്നില്ല. ഞാൻ 4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അര ഗ്ലാസ് വെള്ളം കുറച്ച് ഒഴിച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് വേഗം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറുകപ്പട്ടയില അത് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇടുന്നത് കറുകപ്പട്ടയുടെ തന്നെ ഒരു 2 കഷ്ണം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കരയാമ്പൂ ഒരു 3-4 എണ്ണം കരയാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് 3-4 ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും നോക്കാറില്ല. പിന്നെ നമ്മുടെ ഏലക്കായ എന്താ ഒരു 3-5 ഏലക്കായ ഇട്ടിട്ടുണ്ട്. റെഡിയാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം, അതുപോലെ റൈസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്പോഴേക്കും വേഗം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ നമുക്ക് വേഗം റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ കാശ്മീരി മുളക് പൊടി ഇട്ടെടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവർ ഞാനൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസിൽ വെച്ചിരുന്ന വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്, ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒരു കൊച്ചു കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യും കൂടെയൊക്കെ കിടന്ന് നല്ല അടിപൊളി ചോറായിട്ട് നമുക്ക് കുക്കായി കഴിയുമ്പോൾ കിട്ടും. നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറിയ ഫ്ലെയിമിലിടാം. ഇത്തിരി നേരം തിളയ്ക്കുമ്പോൾ നമുക്ക് തെർമൽ കുക്കറിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമ്മളിവിടെ ഇതിനകത്ത് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നല്ല വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇടുന്നില്ല കേട്ടോ, കുറച്ചിടുന്നുള്ളൂ. ഇനി ഞാൻ ഇവിടെ ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതും കൂടെ നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റൊക്കെ കൂടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇതിനകത്തേക്ക് വെച്ച് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ നല്ലപോലെ നമ്മൾ തിരുമ്മി നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സവോളയൊക്കെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ കശുവണ്ടി, അതുപോലെ കിസ്മിസ്, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് എല്ലാം നമുക്ക് റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വേഗത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇനി നമ്മുടെ അടുത്ത പണി സവോളയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ സവോള ഒരു 3 സവോള, ചെറിയ 3 സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കശുവണ്ടി അതുപോലെ തന്നെ കിസ്മിസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ സെയിം നമ്മുടെ ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മളിതാ ആദ്യം കിസ്മിസ് ഞാൻ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ നമ്മൾ കശുവണ്ടിയും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവോളയും കശുവണ്ടിയും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഓയിലും കൂടെ ഞാനിതാ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സെയിം ബിരിയാണി പൊടി തന്നെ കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനുണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയും ഈ ചിക്കൻ ബിരിയാണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഫ്രൈ ചെയ്തൊന്നല്ല ഉണ്ടാക്കിയ ചിക്കനൊന്നും നമ്മൾ ഫ്രൈ ചെയ്തില്ലായിരുന്നു. ഡയറക്റ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്ത് ഉണ്ടാക്കണത്. ഇന്ന് ഞാൻ ചിക്കനെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ചിക്കൻ്റെ പേസ്റ്റൊക്കെ വെച്ച് നമ്മൾ ചിക്കൻ റെഡിയാക്കുന്നതും നമ്മൾ പിന്നെ ബിരിയാണി ആക്കുന്നതും. അന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതായത് ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചിക്കൻ പീസുകൾ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഒരിത്തിരി വീണ്ടും കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചിക്കൻ പീസുകളൊക്കെ ഇടുമ്പോൾ വീണ്ടും ഓയിലൊക്കെ ഒന്ന് തണുത്ത് വരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഫ്ലെയിം കൂട്ടിയേക്കാണ്. ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കനിൽ നിന്ന് 1.5 കിലോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാ പീസുകളും ഞാൻ ഇട്ട് കൊടുക്കണം. കാരണം ഒരു ട്രിപ്പിന് നമുക്കിത് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നമ്മുടെ ജോലി ടൈം നമുക്ക് ലാഭിക്കാം. മുകളിലേക്കും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് കുറച്ചെടുത്തിട്ട് വേഗത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ മസാല ഞാനിപ്പോൾ കളയുന്നില്ല. ഇത് നമ്മൾ സബോളയൊക്കെ ഇട്ട് വഴറ്റി ചിക്കൻ കറിയുടെ ആ ഒരു സെറ്റപ്പ് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഈ മസാലയും കൂടെ അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്നിങ്ങനെ ഫ്രൈ ആവുകയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് നമ്മുടെ സലാസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണിക്കുള്ള സലാസ് റെഡിയാക്കിയിട്ടുണ്ട്. പച്ചമുളകും സബോളയും തക്കാളിയൊക്കെയാണ് ഇട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. കറിവേപ്പിലില്ല ഫ്രണ്ട്സ്. അപ്പോൾ കറിവേപ്പിലില്ലാത്ത സലാസാണ്. പിന്നെ ഇവിടെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പീസുകളൊക്കെ. എന്നാലും ഒന്നും കൂടെ മറിച്ചിടുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിത് ഫുൾ കുക്ക് ചെയ്തെടുത്താലേ നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് അങ്ങോട്ട് വഴറ്റി അതിനകത്തേക്ക് ഇടേണ്ട മസാലകളൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതും കൂടെ അതിലേക്കിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മസാലകളൊക്കെ ഇട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഫുള്ളി കുക്കായിട്ടാണ് ഇതിനെ മാറ്റുന്നുള്ളൂ. അപ്പോൾ കുക്കാവാനായിട്ട് നമുക്കൊരു കുറച്ച് നേരം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പീസുകളൊക്കെ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വീഡിയോയിൽ കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നല്ലപോലെ കുക്കായതിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ പീസുകളെ ഇതിൽ നിന്ന് മാറ്റുന്നത്. അപ്പോൾ നമുക്കിതിനെല്ലാം ഒന്ന് പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മുടെ സബോളയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനെന്തായാലും ഇതിനകത്തേക്ക് ചേർക്കേണ്ട മസാലകളൊക്കെ ഇപ്പോൾ നമ്മുടെ അരച്ചെടുത്ത പേസ്റ്റൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനിയും ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടെയൊക്കെ വഴന്ന് കിട്ടും നമുക്ക്. സബോളയൊക്കെ ഒന്നും കൂടെ ഫ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ പേസ്റ്റൊക്കെ ഒന്ന് നല്ലപോലെ കുക്കായി കിട്ടാനായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ഇത്തിരി കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു നെയ്യുടെയൊക്കെ ടേസ്റ്റ് ഒന്നും ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന തക്കാളിയും മസാലയും അതുപോലെ തന്നെ സബോളയ്ക്കൊക്കെ വേണ്ട ആവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ എരിവിനനുസരിച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് നോക്കിയിട്ട് എരിവിനനുസരിച്ച് ഒരു കുറച്ച് നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സാധാ മുളക് പൊടി എരിവ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു അല്പം സാധാ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇനി ഫൈനലി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണി മസാലയാണ്. അപ്പോൾ അത് ഞാൻ ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമുക്ക് അവിടെ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്ന മസാലയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഈ വെസലൊന്ന് നമുക്ക് കഴുകി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ നല്ലപോലെ തന്നെ ഇതാ റെഡി ആയിട്ടുണ്ട്, ചിക്കനുള്ള പേസ്റ്റ്. പിന്നെ നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എല്ലാം ഇതിനകത്തേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് ഈ മസാലയ്ക്കൊന്ന് പിടിക്കാനായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്ക് റൈസിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ വെസലിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ കുക്കറിൽ നമ്മൾ റൈസ് വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാ. അല്ലോ നല്ല ചൂടൻ ചോറ് ഇതാ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെന്ത് കുഴഞ്ഞൊന്നും പോകാതെ എന്ന ആവശ്യത്തിന് മാത്രം വെന്ത് ആ രീതിയിൽ നമുക്കിതാ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ കേട്ടോ റൈസിനെ ഇട്ട് കൊടുക്കണം. സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്ക്. മക്കളുടെ ബർത്ത്ഡേയുടെ സമയത്തോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെയുള്ള ഓരോ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ അതാ നമ്മൾ ഒരു സെറ്റ് റൈസ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ ഇനി നമുക്കൊരു കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവോളയൊക്കെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കശുവണ്ടി അതുപോലെ കിസ്മിസ് കാഷ്നട്ട് കിസ്മിസൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്കിപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ നെയ്യിലൊക്കെ വറുത്ത് കോരി വെച്ചപ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ ഉറച്ച് പിടിച്ചേക്കാണ്. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഐറ്റം പൈനാപ്പിൾ എസൻസ് അതും കൂടെ നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു സെറ്റ് റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ രണ്ടാമത്തെ ലെയർ റൈസും ഇട്ടിട്ടുണ്ട് കേട്ടോ. കാഷ്നട്ടും കിസ്മിസും ഒക്കെ ജസ്റ്റ് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തത് സവോള ഫ്രൈ ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നെയ്യിൽ ഇതാ ഇങ്ങനെ വറുത്തെടുത്തിട്ട് കണ്ടോ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് തണുപ്പായതുകൊണ്ട്. മല്ലിയില ലാസ്റ്റ് ഉണ്ടായിരുന്നത് അതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി എന്താ ഇതിൻ്റെ മുകളിൽ കൂടെയും ഒരു കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫൈനലി നേരത്തെ ഞാൻ എന്താ ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതാ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നെയ്യ് ഉരുക്കിയിട്ടില്ല ഞാൻ. ഇനിയിപ്പോൾ ചൂടൻ റൈസിൽ കിടന്നത് ഉരുക്കിക്കോളും. ഇത്തിരി സമയം ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. പൈനാപ്പിൾ എസൻസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് അതൊന്ന് ഈ രീതിയിൽ തന്നെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ചിക്കൻ ബിരിയാണി അടിപൊളിയല്ലേ? ഇതിങ്ങനെ തുറക്കുമ്പോഴേക്കും ആ നെയ്യുടെയും അതുപോലെ പൈനാപ്പിൾ എസൻസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എന്താ സള്ളാസ് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ ടൊമാറ്റോ ചട്നിയും ഞാൻ എന്താ അങ്ങനെ ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചട്നി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയും നമ്മുടെ സള്ളാസും ടൊമാറ്റോ ചട്നിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലേ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.